ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? നമ്മളിവിടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ ചായയും ബൂസ്റ്റും ഒക്കെ എടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ആദ്യക്കുട്ടന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്, ഹസ്ബൻഡിന് പോകണ്ട. അപ്പോൾ രാവിലെ ഇന്ന് വലിയ പരിപാടികളൊന്നും ഇല്ല. ആദ്യക്കുട്ടൻ ഇന്ന് ഉച്ച വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ അവന് എന്തെങ്കിലും സ്നാക്ക് ഐറ്റം മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ അടുപ്പേ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ സിങ്ക് കണ്ടോന്നേ ഫുള്ള് അവിടെ എല്ലാം ഒരു വൈറ്റ് പാട് പോലെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം അതാട്ടെ കാണുന്നത്. നമ്മൾ ഡെയിലി ഉരച്ച് കഴുകിയെന്ന് പറഞ്ഞാലും പക്ഷേ ഇത്രയും നാൾ ഈ സിങ്കിൻ്റെ ഈ വക്കിലൊന്നും ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കലങ്ങി ഇവിടെ ടാങ്ക് കഴുകുക എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ഇത്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഫുള്ള് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് വന്ന് നോക്കി. രാവിലെ നോക്കിയപ്പോൾ എല്ലാ ദിവസവും നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ ഒരുമാതിരി പൗഡർ വാരി ഇട്ട പോലെ. ഞാൻ ആദ്യമേ ഓർത്ത് സോപ്പിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും, സോപ്പ് പത വല്ലതും പിടിച്ചിരിക്കുകയായിരിക്കും എന്ന്. പക്ഷെ അല്ല കേട്ടോ, വെള്ളം അത്രയ്ക്ക് മോശമാണെന്ന് തെളിയിച്ച് തന്നിട്ടുണ്ട്. ഈ സിങ്ക് മുഴുവൻ അവിടെ എല്ലാം ഒരുമാതിരി പാണ്ട് പോലായിട്ടുണ്ട്. നമ്മുടെ ബാത്റൂമിലെ ആണെങ്കിലും കപ്പും ബക്കറ്റും ഒക്കെ ഇങ്ങനെ കേട്ടോ ഒരു വെള്ള പൊടി ഒരുപോലെ ഇരിക്കുന്നത്. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. പിന്നെ ഇനിയിപ്പം ആദ്യം സ്കൂളിൽ പോകണം. അപ്പം അവന് സ്നാക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. ഇന്ന് ഉച്ച വരെ ഉള്ളൂ. അപ്പം ഞാൻ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ പാൻ കേക്ക്. അപ്പം ഇന്ന് എഗ്ഗ് കൊടുത്തു വിടാൻ പറ്റത്തില്ല സ്കൂളിൽ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു എഗ്ഗ് അകത്തെന്ന് പറഞ്ഞാൽ അവരറിയാൻ പോകുന്നില്ല. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ മേമിനോട് ചോദിച്ചപ്പം എഗ്ഗൊന്നും പറ്റത്തില്ല, ഓൺലി വെജിറ്റബിൾസ് എന്നവർ പറഞ്ഞ്. പാസ്വദിക്കാനോർത്ത് ഇന്ന് മുട്ട ചേർക്കാതെ പഴം മാത്രം ഇട്ടിട്ടൊന്നും ഉണ്ടായി കൊടുത്തു വിടാമെന്ന് ഓർത്തെ. പഴം ചേർക്കുമ്പോഴത്തേനും അത്രയ്ക്ക് ഇങ്ങോട്ട് സ്റ്റിഫ് ആവത്തില്ല. മീൻസ് മുട്ട ഇല്ലാതെ പഴം മാത്രം ചേർക്കുമ്പോഴത്തേനും ഇതൊരു ഒരുമാതിരി ഒട്ടി ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൊള്ളാം. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇന്ന് അങ്ങനെ കൊടുത്തുവിടാന്ന് ഓർത്ത്. ഇവനത് മതിയെന്നും പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അത് നേരെ ഒരു ചെറിയ ജാറിനകത്തോട്ടാക്കി കുറച്ച് അവന് മാത്രം 2 എണ്ണം ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ അതും അങ്ങാക്കി. പിന്നെ ഇപ്പുറത്ത് പാത്രത്തിനകത്ത് പിന്നെ ഗോതമ്പ് ദോശയും മതിയെന്ന് പറഞ്ഞു രാവിലെ കഴിക്കാൻ. അപ്പം എനിക്ക് എളുപ്പമുണ്ടായിരുന്നേ. ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടുവാണെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ കേട്ടോ. ആദ്യക്കുട്ടനാണേലും എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിട്ട് കഴിയുമ്പോഴത്തേനും ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മനസ്സിൽ ഭയങ്കര വിഷമം കേട്ടോ. അവനത് തുറക്കുമ്പോഴത്തേനും കഴിക്കുമോ, അല്ലെ അവന് സന്തോഷക്കുറവുണ്ടോ ഫുഡ് കാണുമ്പോഴത്തേനും. നമുക്കാണേലും നല്ലൊരു ഫുഡ് ഉണ്ടെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി തന്നെ നമുക്ക് തോന്നുമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇത് വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല. എന്നാലും അവൻ ഇന്നലെ എന്നോട് ഇത് മതിയെന്ന് എന്തോ പറഞ്ഞു കേട്ടോ. എനിക്ക് എന്നാളുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചാട്ടോ എഴുന്നേറ്റതും. പിന്നെ അവന് കഴിക്കാൻ ഗോതമ്പ് ദോശയാണല്ലോ. അപ്പോൾ അതിനുള്ള ചമ്മന്തി ഇന്നലെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ രാത്രിയിലെ തേങ്ങയൊക്കെ ചിരണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ അതങ്ങ് കടുക് വറുത്ത് കേട്ടോ. അപ്പം ചമ്മന്തിയും ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശയാണ് രാവിലെ കഴിക്കാൻ. പിന്നെ അതേ നമ്മുടെ ഈ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്ക്. അങ്ങനെ ആദ്യക്കുട്ടന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി അവനെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് കയറി കേട്ടോ. എന്നിട്ട് ഹസ്ബൻഡ് പുറത്തോട്ടൊന്ന് പോയി കാർ വാഷ് ചെയ്യാൻ കൊടുക്കാനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇപ്പം ഞങ്ങൾക്കും ഗോതമ്പ് ദോശ തന്നെ. പിന്നെ ഒന്നുകൂടെ അത് കലക്കി ചൂടണം. അപ്പം ഞാൻ അതിന് മുന്നിലായിട്ട് ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കും കേട്ടോ. അപ്പം അമ്മ ആരോ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഈ പാത്രമെല്ലാം അങ്ങ് കഴുകി എടുത്ത് വെച്ചിരുന്നുണ്ട്. അടുത്തത് ഇതിനെ മണ്ടയ്ക്കോട്ട് വെക്കുമ്പോൾ പിന്നെയും ആ വെള്ളം വീഴും. അങ്ങനെ എല്ലാം ഒരു വിധത്തിലൊന്ന് ഉണക്കിയെടുക്കുന്നത്. നമുക്കാണ് അധികം സ്പേസും ഇല്ല. ഉണങ്ങുമ്പോൾ എല്ലാം അങ്ങ് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ അത്രയും കൂടെ എളുപ്പമാണല്ലോ, സ്പേസും കിട്ടുവേ. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങ് പെറുക്കി വെക്കുവാണ്. പിന്നെ നേരെ ഞാൻ ചോറും കൂടെ അങ്ങ് വെക്കാൻ തുടങ്ങുവാണ്. ഇന്നിപ്പോൾ നമ്മുടെ കാലത്തിലാണ് വെക്കുന്നത്. അപ്പം ഇന്ന് പൊന്നിയരി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ പൊന്നിയരി ആകുമ്പോഴത്തേനും ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നേരെ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. മറ്റേ നമ്മുടെ നോർമൽ മറ്റേ മട്ടേരി ആകുമ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇത് തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിക്കുവേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അരി മട്ടേരി വേകാൻ ഇതിനകത്ത് ഇച്ചിരി പാടാണ് കേട്ടോ. ഇന്നാണ് ഇച്ചിരി ഒരു 10 മണി സമയവും ആയിട്ടുണ്ട്. അപ്പോൾ പൊന്നിയരി ആകുമ്പോഴത്തേനും ഇതിൽ വെച്ചാൽ പെട്ടെന്നാകുമല്ലോ. ഇതിൽ വെക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ അത്രയും കൂടെ നമുക്ക് ലാഭിക്കാമല്ലോ. കുറച്ച് നേരം അവത്തെ വെച്ചിട്ട് നേരെ ഇറക്കി ഇതിനകത്തോട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് കറണ്ട് ലാഭിക്കാം, ഗ്യാസാണെങ്കിൽ ഗ്യാസ് ലാഭിക്കാം. അങ്ങനെ പുറത്ത് പെട്ടെന്ന് അതിനകത്തോട്ട് വെച്ചു. പിന്നെ നേരെ ഹസ്ബൻഡ് എപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ സവാള പുതുപ്പള്ളിയിൽ ഞാൻ പറഞ്ഞില്ല ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയ്ക്ക് കൂട്ടുന്ന ഈ സവാള
കൊത്തി അരിഞ്ഞുള്ള ആ കറിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പം എന്താണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ചമ്മന്തി ഇതും കൂടെ കൂട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പം ഞാൻ അതേണ്ട അതും ഉണ്ടാക്കാൻ ഇറങ്ങി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഫോണൊക്കെ ഓണാക്കി എന്തെങ്കിലും ഒന്ന് വീഡിയോ വെച്ചിട്ടാട്ടോ നോർത്തെ. അപ്പം എനിക്ക് കാണുകയും ചെയ്യാം, പണിയും നടക്കും, പെട്ടെന്ന് പണി നടക്കും കേട്ടോ. ഒരു മടുപ്പില്ലാതെ വീഡിയോസ് എന്തെങ്കിലും ഓണാക്കി വെക്കുമ്പോൾ പണികൾ നടക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ വീഡിയോയും കാണാറുണ്ട് കേട്ടോ. അപ്പം ഇന്നിങ്ങി എനിക്ക് വേറെ പണികളൊന്നും ഇല്ല. കറികളൊക്കെ നമുക്ക് ഓൾറെഡി ഇന്നലെ വെച്ചതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഉച്ചയ്ക്ക്. അപ്പം ആ ഒരു ബലത്തിലാണ് ഞാനിങ്ങനെ പതുക്കെ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര താമസം കേട്ടോ. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്, അത് നമ്മുടെ ഒരു രസം, എന്താണ് ഒരു സെൽഫായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേനും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും, എന്നാലും വീഡിയോ ഇട്ട് കാണുമ്പോഴത്തേനും ഒരു ഇത് അവിടെ കിടന്നോളുമല്ലോ. ഇൻ കേസ് നമുക്ക് മോണിറ്റൈസ്ഡ് ആകുവാണെങ്കിൽ അതും ഒരു നല്ല കാര്യം. പിന്നെ എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ അതിനകത്ത് കിടന്നോളും, പിന്നെ എടുത്ത് നോക്കുമ്പോഴൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ എന്തായാലും അതൊക്കെ ആക്കി. അപ്പോൾ ഇപ്പം കഴിക്കാൻ ഹസ്ബൻഡിന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്ലേറ്റും എല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം എടുത്ത് കൊടുക്കാമല്ലോ എളുപ്പം. അപ്പം ഞാൻ അങ്ങ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശന്നുണ്ടായിരുന്നു. 10:30 മറ്റോ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും സമയം. അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടി. ഇന്നാണ് ഇവിടെ നല്ല മഴക്കാറുള്ള ദിവസം കേട്ടോ. അപ്പം ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാറ് വാഷ് ചെയ്തിട്ട് എന്ന് വരുന്നു അന്ന് എന്തായാലും ഒരു മഴ കാണും. അതൊരു അച്ചട്ട് കാര്യമാണ് കേട്ടോ. അല്ലാതെ ഇവിടെ നമുക്ക് വലിയ മഴയൊന്നും ഇതുവരെ പെയ്തില്ല കേട്ടോ. അന്നൊരു ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായില്ല മഴ പെയ്യുന്നത്. അന്നൊന്ന് പെയ്തു, പിന്നെ ഒന്നോ രണ്ടോ വട്ടം കണ്ട് ചെറുതായിട്ടൊക്കെ തൂളിയിട്ട്, അല്ലാതെ നമുക്ക് നല്ല മഴയൊന്നും ഇവിടെ പെയ്യുന്നേ ഇല്ല കേട്ടോ. നാട്ടിലൊക്കെ നല്ല മഴയാണെന്നൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഏതൊക്കെയോ സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതോ ഇവിടെ പിന്നെ പെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുള്ള് ഇതാകും, വെള്ളപ്പൊക്കം പോലെ ആകും. എന്തായാലും നമുക്കിന്ന് കാറ് കഴിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് മഴ പെയ്യുമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ എൻ്റെ കിച്ചണിലോട്ട് വന്നപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുവാണ്. എനിക്കാണെങ്കിൽ ഈ അരിയുടെ കണക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വെച്ചപ്പം വെന്തുപോയി. അപ്പോൾ ഇന്ന് ഞാൻ അധികം നേരം ഇതിനകത്ത് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കാതെ ഒന്ന് നോക്കിയിട്ട് 1-2 അരി നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തായാലും ഇനിയിപ്പം ഊറ്റിയേക്കാൻ നോർത്തേ, കാരണം ബിരിയാണി അരിയുടെ പോലെ ഇരുന്നാൽ ചിലപ്പോൾ ഇത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലോ പെട്ടെന്ന് ചൂട് കൊണ്ട് തന്നെ. പിന്നെ അതങ്ങ് കയ്യോടെ ഊറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഇച്ചിരി മുട്ടയൊക്കെ കൂടെ പഴവും, പിന്നെ ആദ്യക്കുട്ടൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ ആ റൈസ് മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലാത്തൊന്നും സാധാ ചോറൊന്നും കൊടുത്തു വിടുന്ന വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ അവന് ഇച്ചിരി ബിരിയാണി അരി തീർന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പൊന്നിയല്ല, ഞാൻ ഇവിടുത്തെ ഒരു ഡെയിലി റൈസ് വെച്ചിട്ടായിരുന്നല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇച്ചിരി ബിരിയാണി അരി വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം എന്നോർത്തതാകുമ്പോൾ ഇച്ചിരി ലോങ് ആയിട്ടുള്ള അരിയുമാണല്ലോ. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത വരുത്തി ഫുഡിൽ കൊടുത്തു വിടുവാണെങ്കിൽ എനിക്കൊന്ന് പിള്ളേർ കുറച്ചൊക്കെ കഴിക്കും. അപ്പം മറ്റേ അരി മാറ്റി ഈ അരി ഒന്ന് ആക്കുമ്പോഴും കുറച്ച് വ്യത്യാസമൊക്കെ കാണുമല്ലോ. ബിരിയാണി പോലെയോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് ഓർത്ത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതെടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞത് ഉച്ച കഴിഞ്ഞത് ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്നാ ഈ കിടന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ നെറ്റിയിരിക്കുന്ന കണ്ടോന്നേ പാട് മുഴച്ചിരിക്കുന്ന കേട്ടോ. അത് എന്നെ പറ്റിയെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ഹസ്ബൻഡും ഒക്കെ കിടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ഞങ്ങൾ രണ്ടും കൂടെ തിരിഞ്ഞ് ഞങ്ങളുടെ രണ്ടിനെയും കൂടെ നെറ്റി കൂട്ടി ഒരൊറ്റ ഇടിയായിരുന്നു കേട്ടോ. ഇല്ല, എനിക്കാ പരിക്ക് പറ്റിയത്. എൻ്റെ തല പൊട്ടിപ്പോയതാണ് ഓർത്ത്, അതുപോലെ എനിക്ക് മരച്ചു പോയി കേട്ടോ. അതിന് പിന്നെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി എല്ലാം കഴിഞ്ഞ് ഏറ്റപ്പോഴത്തേനുമാണ് ഇവിടെ ഇങ്ങനെ ബൊമ്മെന്നിരിപ്പുണ്ട്. പിന്നെ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാ അന്നേരം തിരിഞ്ഞേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് വേദനയുമുണ്ട്. പിന്നെ ഞാൻ ആ ഗ്ലാസ്സിൽ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു, അപ്പം ഐസ് കട്ട ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്ലാസ്സിലെ തണുപ്പൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കുറഞ്ഞു. അപ്പോൾ ഇനി നമ്മളിത് ചായയൊക്കെ കുടിക്കുവാണ്. ചായയല്ല ഇന്ന് മൊത്തത്തിൽ ഞങ്ങൾ ബ്രൂ ഇട്ടാട്ടോ എടുത്തത്. ആദ്യക്കൂട്ടനും ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ആദ്യക്കൂട്ടനെ ഇതേ ഇഷ്ടം, ബ്രൂവോ ചായയൊക്കെ ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കൊക്കെ കൊടുക്കാമെന്ന് ഓർത്ത് മൊത്തത്തിൽ ഒന്നിച്ചങ്ങെടുത്ത്. എനിക്ക് എളുപ്പമുണ്ട്, അല്ല പിന്നെ പലതായിട്ടൊക്കെ എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അത് എടുത്ത്. ഇനിയിപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവുക കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാനൊന്നും പിന്നെ ഗിഫ്റ്റ് മേടിച്ച് കൊടുത്താലല്ല, അച്ഛൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ വാങ്ങിച്ചേട്ടാ അടുത്ത ദിവസം ആട്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനും മോനോട് റെഡിയാക്കി വെച്ചിരുന്ന കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പം ഫസ്റ്റ് ക്രൈയിൽ പോകാമെന്ന് ഓർത്തോണ്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ തന്നെ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഹെൽമെറ്റ് മറന്നുപോയി, ഇനി പോയി ഹെൽമെറ്റ് എടുക്കാൻ തിരിച്ച് കയറി പോവുക. അപ്പോഴത്തേക്കും ലിഫ്റ്റ് കയറി പോയി ഓൾറെഡി. വാ ലിഫ്റ്റേ. കയറിയിട്ടുണ്ട്. ഈ ലിഫ്റ്റ് ശരിയാക്കി എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അതിന്റെ ധൈര്യത്തിലാണ് ഞാൻ കയറി. അയ്യോ,
ഹെൽമെറ്റൊക്കെ വെച്ച് കയറിയില്ലേ? അങ്ങനെ നമ്മൾ ഇതേണ്ട ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈ കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ രണ്ടെണ്ണം അടുത്തടുത്ത് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, തൊട്ടടുത്ത് തന്നെ ഫസ്റ്റ് ക്രൈ. ഇങ്ങനെ അടുപ്പിച്ചവർ വെക്കുന്ന എന്താണോ അല്ലേ. അപ്പം നമ്മൾ ഏതായാലും ആദ്യത്തെ കടയിൽ തന്നെ കയറിയേ, കിഡ്സോണിൽ കയറി കേട്ടോ. അയ്യോ, അതിനകത്ത് കയറിയപ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു ചോയ്സിൻ്റെ കൊച്ചു പിള്ളേരുടെ സാധനങ്ങളുടെ ഒരു വിപുലമായ ശേഖരം എന്ന് പറയുക. അങ്ങനെ കേട്ടോ, നിറച്ച് സാധനങ്ങൾ. ഞാൻ മുന്നേ ഒരു വട്ടം ഫസ്റ്റ് ക്രൈ കയറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാംഗ്ലൂർ ഇവിടെ ഫസ്റ്റ് ടൈമുമാണ് കയറുന്നത്. ആദ്യക്കൂട്ടനാണെങ്കിൽ വന്നുണ്ടല്ലോ, ഈ ഒരു കണ്ടെയ്നറല്ലോ ഒരൊറ്റ പിടുത്താറുണ്ട്. ഇത് മതി, എനിക്കത് മതി, വേറൊന്നും നോക്കുന്നില്ല. ഞങ്ങൾ വേറെ പലതും കാണിക്കുന്നുണ്ട്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഷോപ്പിൽ കയറാത്ത കേട്ടോ നല്ലത്. മിനിമം ഒരു 2000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള സാധനങ്ങളെ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ അല്ലെങ്കിൽ തീരെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനും ഒരു എബോവ് 500 ഒക്കെയാണ്. അപ്പം ഇവനാണെങ്കിൽ ഇത് മതി, പിന്നെ എന്തോ എടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ അച്ഛാണെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയൊരു വണ്ടിപ്രാന്തനാണ്. അപ്പോൾ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ മേടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയും ചെയ്തു, വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാത്ത നല്ലത്. അപ്പോൾ പിന്നെ കൊച്ചു പറഞ്ഞതല്ലേ, കൊച്ചിനെ കയറ്റിക്കൊണ്ട് വന്നല്ലേ, മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛ പിന്നെ കൊച്ചു പറഞ്ഞ സാധനം തന്നെ എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഹാപ്പി ആയിട്ട് സാധനമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. നല്ല മഴച്ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫ്ലാറ്റിൽ ചെന്നപ്പോഴത്തേനും എല്ലാവരും ആദ്യമോട് ഇത് കാണുമ്പോൾ, ഓ ആദ്യം എന്താ ഇത് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ഒന്നുകൂടെ അങ്ങ് പ്രൗഡിൽ ആയി കേട്ടോ. അപ്പം എടുത്ത സാധനം വർത്തായി എന്നുള്ള രീതിയിൽ ഗർമേലോട്ട് പോകും. സന്തോഷമായല്ലോ ഇവിടെ. എനിക്കറിയില്ല, നല്ല നല്ല വണ്ടി ഒന്നും കളയാതെ സൂക്ഷിക്കണം. ഒന്നാമത്തെ എന്റെ സ്റ്റാൻഡ് കൂടെ വന്നു. അതെ അതെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി വന്നോണേ വന്ന അച്ഛനും മോനും കണ്ടു ഡ്രസ്സ് പോലും മാറാതെ നീ ഇതൊന്ന് ഓപ്പൺ ആക്കി ഓടിച്ച് കണ്ടാലേ രണ്ടുപേർക്ക് സമാധാനമാകത്തുള്ളൂ കേട്ടോ. രണ്ടുപേരും ഈ കാര്യത്തിൽ പിള്ളേരാണ് കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ ഇവന് അമ്മമ്മയും ഇവൻ്റെ ചിറ്റയും ഒക്കെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ, അഖിലയൊക്കെ. അപ്പം ഇവന് എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ അല്ലായിരുന്നോ. അപ്പം അതൊക്കെ കൂടെ വെച്ചിട്ട് അങ്ങ് മേടിച്ച് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മേടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ 2 പിള്ളേരും കൂടെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. സാധനം കൊള്ളാം കേട്ടോ, രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത്ര രൂപ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ അത് എനിക്ക്. പിന്നെ ഇത് ആദ്യമായിട്ട് റിമോട്ട് വണ്ടി അല്ലല്ലോ. അവന് ഡ്രൈവിംഗ് അറിയാലോ. എനിക്കൂടെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടോ. എനിക്കൊന്ന് തരണമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ആ ഇരിപ്പ് അവിടെ ഇരുന്ന്. ആ ചെക്കൻ എനിക്ക് തന്നു പോലും ഇല്ല കേട്ടോ. ഇനി എപ്പോഴേലും ഇവൻ കളിച്ച് മടക്കുമ്പോഴത്തേനും തരും കേട്ടോ. അത് എന്തേലും ഒന്ന് അതിൻ്റെ പരിപാടി അറിയില്ലാതെ വന്നാലും കൊണ്ടുവരും. ഇപ്പം അവിടെ നിന്ന് അവർ ഇതെല്ലാം ചെയ്തപ്പോൾ ഇവന് സകലതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആരും പഠിപ്പിക്കേണ്ടി വന്നില്ല. സ്വിച്ച് വരെ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെ അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേനും ഹസ്ബൻഡ് പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ നിലത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരാൾ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കും. എനിക്ക് കഴുകാനായിട്ട് മടി കേട്ടോ. അപ്പോൾ കഴുകിത്തരും കേട്ടോ, അങ്ങനെ ഗുണമുണ്ട്. അപ്പം ഞാൻ ഈ നിലത്തിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കും. അപ്പോൾ കഴുകുമ്പോൾ ഒരു മടുപ്പും വരത്തില്ല,
എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രസമാണല്ലോ. അങ്ങനെ ഞാൻ അതേണ്ട അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് ആദ്യക്കുട്ടൻ തന്നെ വിളിച്ചാൽ വണ്ടിയുടെ ഏതാണ്ട് കാര്യത്തിന് തൊടിയിച്ചൊന്നുമില്ല, അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവൻ്റെ കൂടെ പോയി കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് പിന്നെ അതേണ്ട വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് പോയേ. അപ്പം അവിടെ വേറെ കണ്ടോ കണ്ടെയ്നറുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ കുഞ്ഞിതൊക്കെ കണ്ടെയ്നറാണ്. പിന്നെ ഈ എത്രയാന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർക്ക് ഇങ്ങനെ കണ്ടെയ്നറും ടാങ്കറും ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു ക്രേസാണ് അല്ലേ, എന്താണോ അങ്ങനെ. നമുക്കൊക്കെ ആകുമ്പോൾ എന്താ പാവക്കുട്ടികൾ, എനിക്കാണ് ഇപ്പോഴും അറിയാം കേട്ടോ, പാവ ടെടിയൊക്കെ കാണുമ്പോഴത്തേനും ആ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ഇപ്പോഴും തോന്നും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്യും മേടിച്ച് തരണമെന്ന്. എന്നോ പറയുകയും ചെയ്യും നിൻ്റെ ടെടി ദേണ്ട നിൽക്കുമെന്ന് പറയും കേട്ടോ ആദ്യമൊക്കെ കാണിച്ചിട്ട്. അങ്ങനെ അപ്പോൾ അതേ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ കുക്കറിനകത്തുള്ളത് നാളെ കറി വെക്കാനും പിന്നെ പ്ലേറ്റിൽ വെച്ചേക്കുന്നത് ഇന്നൊന്ന് ഫ്രൈ ചെയ്യാനും പിന്നെ മറ്റേത് ലിവറാട്ടോ. നേരത്തെ ഞങ്ങളിവിടെ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലൊന്ന് കുക്കറിലിട്ട് ഇങ്ങനെ വെന്തിട്ട് ഒന്ന് ലിവർ റോസ്റ്റ് ചെയ്തെടുത്തു. അന്ന് കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, എന്നാലും ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായത് അത് കളയണ്ടെന്ന് ഓർത്ത് ഞാൻ അതങ്ങ് കുക്കറിലോട്ട് ഇച്ചിരി മുളകൊക്കെ തേച്ച് ആവിക്ക് വേവാൻ വേണ്ടിയിട്ടും വെക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അതേണ്ട ചിക്കനെല്ലാം മസാല പുരട്ടിയിട്ട് എന്താണ് നാളത്തേനുള്ളത് കയ്യോടെ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിലങ്ങ് ആക്കി വെച്ച് അപ്പം മുളകൊക്കെ അങ്ങ് പുരട്ടി വെക്കും. അപ്പം നേരെ ഐസ് മാറിയില്ലെന്നുണ്ടെങ്കിലും രാവിലെ എടുത്ത് കുക്കറിലോട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് പിന്നെ കറിയാകുമല്ലോ. രാവിലെ പിന്നെ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കണ്ട, ഐസ് മാറാനും ഒക്കെ അല്ല ചിലപ്പോൾ മറന്നു പോകുമായിരിക്കുമല്ലോ, ഫ്രിഡ്ജിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് അപ്പോഴത്തേനും ചിക്കൻ്റെ വേസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കയ്യോടെ താഴെ കൊണ്ടുപോയി കളയാൻ വേണ്ടി പോകും. അപ്പം ആദ്യയോട് വരുന്നോന്ന് ചോദിച്ചതാണ്. അപ്പോൾ ആദ്യം കൊണ്ടുപോയില്ലെങ്കിൽ ആദ്യക്കൂട്ടം കടന്നോട് കരയുകയും ചെയ്യും. പിന്നെ എന്നാൽ വരാൻ വിളിച്ചപ്പോഴത്തേനും അവിടെ 100 കാര്യങ്ങൾ, അപ്പോൾ ബിസിയാണ് ആ സമയത്ത്. അപ്പം ഞാൻ ആദ്യം വിളിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ രാത്രിയും ആയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ താഴെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, എന്നാലും രാത്രിയല്ലേ നോർത്ത് ആദ്യക്കൂട്ടിനെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞതാട്ടോ. അങ്ങനെ ഞാനും ആദ്യം കൂടെ അതേണ്ട വേസ്റ്റ് കളയാനൊക്കെ പോയിട്ട് ഞാൻ അതേണ്ട തിരിച്ച് വന്ന് നേരെ ചിക്കൻ എല്ലാം പെരട്ടി വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ അതങ്ങ് കൈയോടെ ഫ്രൈ ചെയ്തിട്ട് ചോറുണ്ണാന്ന് ഓർത്തുകൊണ്ടിരിക്കുവാണേ. പിന്നെ അതേ അവിടെ കുറച്ച് ലേസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് വിശക്കാൻ തുടങ്ങി. അന്നേരത്തേനും രാത്രിയായി. അപ്പം ലേസും ഒക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഫോണും നോക്കിയിട്ട് കുറച്ച് നേരമായി. വൈകിട്ട് നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നുകൊണ്ടേ ഫോൺ എടുത്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ആരും വിളിച്ചിട്ടുണ്ടോ അല്ലെ വാട്സപ്പിൽ വല്ല മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയതാട്ടോ. പിന്നെ നേരെ തന്നെ ചിക്കൻ അങ്ങ് അടുപ്പയിലോട്ട് ഇട്ടോ കേട്ടോ വറക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് തന്നെ 2 പേരും നിൽപ്പുണ്ട് കേട്ടോ. ക്യാമറയുടെ മുന്നിലോട്ട് വരുന്നില്ല, എപ്പോഴും പറഞ്ഞോണ്ട് മാറി നിന്നതാണ്. അപ്പോൾ ആ ഒപ്പത്തിന് ആദ്യക്കുട്ടനും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വരുന്നില്ലാത്തവരൊന്നും വരണ്ട, ഞാൻ മാത്രം മതി എന്നും പറഞ്ഞോണ്ട് ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ അടുപ്പയിലിട്ട് അതിൻ്റെ ഇടയ്ക്ക് ലിവറയിലോട്ട് കുറച്ചുകൂടെ ഞാനൊന്നത് വെന്തെടുത്തതായിരുന്നു. ഇപ്പം മുളകൊക്കെ തേച്ചെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ മുളകൊക്കെ ഒന്ന് പിടിപ്പിച്ച് അങ്ങനെ അതവിടെ വറക്കാനിട്ടു. പിന്നെ ഇത് വേണ്ട ഒരു കൊപ്രായ കേട്ടോ, അന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കണം, നാളെ ഇച്ചിരി ചമ്മന്തി ഇടിക്കാമെന്ന് ഓർക്കുവാണ്. പിന്നെ അതേണ്ട ബാക്കി ചിക്കൻ വറക്കാൻ ഇരിപ്പുണ്ട്, ലിവർ അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതേ ഞാൻ എടുത്തു വെച്ച എൻ്റെ മിച്ചർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കുക. ഞാൻ വേണ്ട ഫസ്റ്റ് ഇനി തേങ്ങയും കൂടെ അങ്ങ് അരിഞ്ഞേക്കാന്ന് ഓർത്തെ. അപ്പോൾ ഇതിന് കുറച്ചെടുത്ത് നാളെ കറി വെക്കാൻ നേരത്ത് അതിനും എടുത്ത് വെക്കണം. എന്താ കറിക്കകത്തോട് നമ്മൾ വറുത്തിടുമല്ലോ, നല്ല ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ കറിക്കകത്തുനിന്ന് തേങ്ങക്കൊത്ത് പറക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനും ഒക്കെ കൂടെ ആയിട്ട് അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ വേണ്ട നമ്മൾ ചോറുണ്ണാൻ പോവുക. അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുണ്ടല്ലോ നല്ല അടിപൊളി മഴ പെയ്യും കേട്ടോ. മഴയുടെ സൗണ്ട് കേട്ടുകൊണ്ട് നിന്നാട്ടോ ഞാൻ ചോറൊക്കെ വിളമ്പുന്നത്. അപ്പോൾ മഴയുടെ സൗണ്ട് കേട്ട് കിടന്നുറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല മിക്കവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാട്ടോ ചോറ് വിളമ്പുന്നത്. മഴ കേട്ട് കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ കേൾക്കുന്ന അത്രേ സൗണ്ട് റൂമിലോട്ട് പോയാൽ കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ ഫ്ലാറ്റ് അടുത്ത റൂമുകളായതുകൊണ്ട്. എന്നാലും വേണ്ടി നമുക്കൊരു ചെറിയ സൗണ്ട് ആണെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ പുറത്ത് നല്ല മഴയാണല്ലോ, അപ്പം തന്നെ ഉറങ്ങാനായിട്ടൊരു ഫീല് വരുമല്ലോ. അങ്ങനെ നേരം നമ്മൾ ചോറൊക്കെ വിളമ്പി കഴിച്ച് ഇനിയിപ്പോൾ നേരെ കയറി കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കോ എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. ബൈ.